സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് നിരവധി പ്രതിഭകളിലേക്ക് വരികയാണ്. അതാ എനിക്കൊപ്പം ഇവിടെ ഒരു കൊച്ചു മിടുക്കി എത്തിയിട്ടുണ്ട്. ഈ മിടുക്കിയുടെ പേര് ഷെദ എന്നാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഷെദ നേരിട്ട് പറയും. ഹലോ. ഹലോ, എന്താ വിശേഷം? ഏത് ഐറ്റത്തിലാണ് ഇവിടെ പങ്കെടുത്തത്? ഞാൻ മലയാള പദ്യത്തിനാണ് പങ്കെടുത്തത്. മലയാള പദ്യം. എവിടെ നിന്ന് അക്ഷത വരുന്നേ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. സ്കൂളിന്റെ പേരൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ കോഴിക്കോട് GVHSS ചെറുവണ്ണൂർ സ്കൂളിൽ നിന്നാണ് വരുന്നത്. GVHSS ചെറുവണ്ണൂർ. ഓക്കെ. ആദ്യമായിട്ടാണോ സംസ്ഥാന സ്കൂൾ കലോത്സവം? ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഓക്കെ, അത് തന്നെ ഇപ്പൊ വലിയ വിജയമായി അല്ലേ? A ഗ്രേഡ് സ്വന്തമാക്കി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആ പദ്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ചൊല്ലുകയല്ലേ? തീർച്ചയായും. ശരി. സന്ധ്യ ചായുകയാവും ലങ്കയിലിപ്പോൾ ഭൂവിൻ സംഗീതമെല്ലാം ഒറ്റരാക്കിളിയുടെ ചുണ്ടിൽ വന്നലിയുകയാവും മല്ലികാ സുഗന്ധത്തിൽ മന്ദകാന്തിയാം ശരചന്ദ്രനു കീഴേ കടൽ പൊന്നുരുക്കുകയാവും പോർനിലങ്ങളിൽ മഴ പെയ്യുകയാവും നിണം മായ്ച്ചെന്റെ പ്രിയജനം പിന്നെയും തുമ്പപ്പൂക്കൾ സ്വപ്നം കാണുകയാവും ഇങ്ങു ഞാൻ ഏകാന്തത്തിൽ വന്നിരിക്കയാണ് ഖിന്നനായി ഇത് സ്വർഗമെന്ന് വിശ്വസിക്കുവാൻ വയ്യാതെ നീയില്ലാതെ ലങ്കതൻ കാറ്റില്ലാതെ. മനോഹരമായി കവിത ചൊല്ലുന്നുണ്ടല്ലോ ഷെദ. താങ്ക് യു. ഓക്കെ, അപ്പൊ എന്താണ് വലുതാകുമ്പോൾ ഈ ഒരു കലാ മികവുമായി മുന്നോട്ട് പോകണമെന്നത് മാത്രമാണോ ആഗ്രഹം? അല്ല, എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എനിക്ക് സിവിൽ സർവീസ് ആണ് എന്റെ ലക്ഷ്യം. അപ്പം അതിന്റെ കൂടെ സൈഡായിട്ട് കൊണ്ടുപോകണമെന്നാണ്. ഈ പദ്യം ചൊല്ലൽ മാത്രമാണോ ഇഷ്ടമുള്ള ഇനം? അല്ല, ഞാൻ പാടും. മറ്റെന്തൊക്കെയാ? പാട്ടിൽ എന്തൊക്കെയാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? എങ്ങനെ പാടാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്തൊക്കെയാ? എനിക്ക് സാധാരണ സിനിമാ പാട്ടുകളോടാണ് ഏറ്റവും താല്പര്യം. സിനിമാ പാട്ടുകൾ പാടാനാണ് ഇഷ്ടം. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സിനിമാ പാട്ട് കൂടെ കേട്ടാലോ? തീർച്ചയായും. ശരി. തീരമേ തീരമേ നീറുമല കടലാഴമേ ദൂരമേ ഹൃദയദ്വീപിലുദിച്ച ശോണരൂപനിൻ സൂര്യനേ തീക്ഷ്ണമായി പുൽകിരണ കരങ്ങളാൽ ഇവളെ നീ ആകാശമേ കഥയിലെ ഹൂറിയോ ഞാൻ കടൽ നടുക്കോ നിന്റെ മരതക ഗൃഹം കരുതി വച്ചു നീ എനിക്കായി അപരിചിതപുരം ഇവിടമോ ശരണാലയം നീ തരും കരുണാകരം നമ്മളെത്തിയ പവിഴദ്വീപഹൃതം തേടിയ തീരം ദൂരം. അതിമനോഹരമായി ഷിത പാടുന്നു. നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷിതയ്ക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടല്ലേ? സിവിൽ സർവീസ് നേടണം അല്ലേ? ആ നിലയ്ക്ക് ജനങ്ങളെ സേവിക്കണം, ഒപ്പം തന്നെ ഒരു കലാകാരിയായി അറിയപ്പെടണം. അപ്പോൾ എല്ലാവിധമായ ആശംസകളും നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഒക്കെയും ഭാഗത്തു നിന്നും ഷിതയ്ക്ക് നേരുകയാണ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.